സുഹൃത്തുക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിലും ഇതൊന്നും കേൾക്കാതെ പോരുതേ. എൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. ചെറുതാണോ വലുതാണോ നിങ്ങൾ തീരുമാനിക്കുക. കുറേ വട്ടം ഞാൻ വിചാരിച്ചു ഇത് പറയണോ വേണ്ടയോ. പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ചാനൽ ഹൈപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് തള്ളി മറിക്കുന്നതായിരിക്കുന്നു. പിന്നെ വിചാരിച്ചു എന്തോ ആട്ടെ, എന്തും പറയട്ടെ, പറയാമെന്ന് വിചാരിച്ചു. കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ സത്യത്തിൽ ഞാൻ നോർമൽ ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പാട്ട്, കുറച്ച് സൂത്തിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാട്ട് കേൾക്കാറുണ്ട്. ഇന്നലെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എന്തോ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് തോന്നിയാണ് കേട്ടോ, തള്ളി മറിക്കുന്നതല്ല. പീലിയില്ല ചേച്ചിയുടെ ഞാനപ്പാനെ കേൾക്കണം എന്ന് തോന്നി ആ പാട്ട് വെച്ചൊരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊരു മയക്കത്തിലോട്ട് പോയി. ഒരു പകൽ മയക്കം എന്നൊക്കെ പറയാം. പോയ സമയത്ത് ലൈക്ക് ഞാനിങ്ങനെ ആ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരു ചെറുതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലം, കൃഷ്ണൻ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൃഷ്ണൻ ഒരു ചെറിയ വിഗ്രഹമുണ്ട്, വഞ്ചിയുടെ സൈഡിലായിട്ട്. ആ ഇടനാഴി, അവിടെ കടകൾ, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, ഇതൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് സ്വപ്നം കാണുന്നുണ്ട്. ഒരു പകൽമയക്കമാണെന്നുള്ളത് കൊണ്ട് എനിക്ക് പകുതി ബോധമുണ്ട്, എനിക്കറിയാം ഞാൻ എന്താ കാണുന്നതെന്നുള്ളത്. ഒരു 10-15-20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഉണർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണു തുറന്നിട്ടില്ല. അപ്പോൾ കണ്ണ് തുറക്കാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ മനസ്സിൽ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഗുരുവായൂരപ്പ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് നിങ്ങളെ കാണണം. സത്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വെറുതെ, നമ്മളിങ്ങനെ കളിയായിട്ടൊക്കെ ഇങ്ങനെ പ്രതീക്ഷയൊക്കെ ഒന്ന് പറയാറുണ്ടല്ലോ, ആ രീതിയിൽ ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് കളിയായിട്ട് പറഞ്ഞതാണ്. എവിടെന്നാ ഇത്രയും ട്രാഫിക് മുമ്പിൽ ഇപ്പോൾ ഇവിടെ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ വന്ന് കാണാം. ജസ്റ്റ് കളിയായിട്ട് പറഞ്ഞു. കണ്ണ് തുറന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങളിതാ മുമ്പിൽ കാണാം. കണ്ടില്ലേ? വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. ചിലർക്ക് വെറും ഒരു കെട്ടുകഥയായിട്ട് തോന്നാം, അങ്ങനെ പലർക്കും തോന്നാം. പക്ഷേ ഗുരുവായൂരപ്പനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കെട്ടുകഥയാണെന്ന് പറയില്ല. കാരണം അവർക്കെല്ലാം എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എനിക്കിതല്ല, ഒരുപാട് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം എനിക്ക് പറയണം തോന്നി, കാരണം എനിക്കിത് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ കേൾക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം. മാത്രമല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.